friends are there. Thank you for joining. ഇന്ന് ഒരു മുസ്ലിം സുഹൃത്ത് എന്നെ വിളിച്ച് ന്യായപ്രമാണത്തെ പറ്റി ചോദിച്ചു. ഇസ്ലാമിക നിയമങ്ങളുണ്ട്, അപ്പം അതും ബൈബിളിലെ പഴയ നിയമങ്ങളുമായിട്ട് സാമ്യങ്ങളില്ലേ, അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. നിശ്ചയമായിട്ട് നമുക്ക് സാമ്യങ്ങൾ കാണാൻ കഴിയും. കർശനമായ നിയമവ്യവസ്ഥകളെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ഇന്നും വിശ്വാസികൾ പോലും ഇടറിപ്പോകുന്നതാണ് ബൈബിളിലെ പല വാക്യങ്ങളും. ഇപ്പം നമ്മൾ ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ചില ആളുകളെ സംബന്ധിച്ച് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പനകൾ മാത്രമാണ് എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ 10 കൽപ്പനകളാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്നത്. എന്നാൽ 10 കൽപ്പനയല്ല, ധാരാളം കൽപ്പനകൾ ചേർന്നതാണ് ന്യായപ്രമാണം. വെറും 10 കൽപ്പനയല്ല. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളും അതിന്റെ വിശദീകരണങ്ങളും എല്ലാം ബൈബിളിലുള്ളതിന് പുറത്തും യഹൂദന്മാർക്ക് പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായും 10 കൽപ്പനകളാണ് നമുക്ക് പരിചയമുള്ളത്. ആ 10 കൽപ്പനകളെ നമുക്ക് ഒന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പോൾ ഒന്ന്, അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്, ശബത്ത് നാളിനെ ബഹുമാനിക്കണം. ഇങ്ങനെയുള്ളതാണ് നമ്മൾ കാണുന്ന കൽപ്പനകൾ. 4 കൽപ്പനകൾ. 5-ാമത്തെ കൽപ്പന നമ്മൾ കാണുന്നത് അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. പിന്നെ കാണുന്നത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഇങ്ങനെ 10 കൽപ്പനകളാണ്. ഇപ്പം 2 കൽപ്പലകകളിലായിട്ടാണ് നമ്മൾ ഈ പിക്ചറൊക്കെ കാണുന്നുണ്ട്. മോശ 2 കൽപ്പലകയായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഒരു കൽപ്പലകയിൽ ആദ്യത്തെ 4 കൽപ്പനകളും മറ്റേ കൽപ്പലകയിൽ അടുത്ത 6 കൽപ്പനകളുമാണ് എഴുതിയത്. ഇപ്പം 2 കൽപ്പലകയാണുള്ളത്. നിങ്ങൾ ഈ മോശയുടെ പിക്ചറൊക്കെ നോക്കിയാൽ അത് 2 കൽപ്പലകയും കൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പം 2 കൽപ്പലകയിൽ, ഒരു കൽപ്പലകയിൽ ആദ്യത്തെ 4 കൽപ്പനകളാണ്, 2-ാമത്തെ കൽപ്പലകയിൽ അടുത്ത 6 കൽപ്പന. അപ്പം 4ഉം 6ഉമായിട്ട്, ഒന്ന് 4 എണ്ണം, മറ്റത് 6 എണ്ണം. ഈ 2 കൽപ്പലകളാണ്. ആദ്യത്തെ 4 എണ്ണം ദൈവത്തോടുള്ള ബന്ധമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം. അതായത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്, ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കണം. ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം. അടുത്തത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം, കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇങ്ങനെയുള്ള മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ഇതാണ് ഈ 10 കൽപ്പനകൾ. ഇപ്പോൾ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മേൻ. ഇപ്പം ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും ഇത് ശരിയാക്കാനാണ് ഈ 10 കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടറിപ്പോകുന്ന ഒരു വിഷയമാണ്. ഇപ്പം ഒന്നാമത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇപ്പം ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയുടെ ഒബ്ജക്റ്റാണ്, ഒബ്ജക്റ്റ് ഓഫ് അവർ വർഷിപ്പ്. സാധാരണ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരങ്ങൾ, നമ്മൾ അതേ ചുറ്റിപ്പറ്റിയാണ്. അതാണ് ദൈവം. നമ്മൾ എന്തിനെ ചുറ്റിപ്പറ്റിയാണോ അതാണ് നമ്മുടെ ദൈവം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, അതാണ് നമ്മുടെ ദൈവം. സകലത്തിനും മീതെ കർത്താവായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ എന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ തൻ്റെ ഓരോ ജീവകോശവും, തൻ്റെ ജീവന്റെ ഓരോ തുടിപ്പും, തൻ്റെ ഓരോ അണുവും ആ ക്രിസ്തുയേശുവിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്തിനു വേണ്ടി തുടിക്കുന്നുവോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മുഴു ശരീരവും മുഴു പ്രജ്ഞയും എന്തിനു വേണ്ടി വാഞ്ചിക്കുന്നുവോ, എൻ്റെ ഉള്ളം വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. നിന്റെ പ്രാകാരങ്ങളിൽ വരുവാൻ, മാൻ നീർച്ചാലുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ നെയിം സേക്കിൽ ഇതാണ് എൻ്റെ ദൈവം, ഹൂ ഈസ് യുവർ ഗോഡ് എന്ന് പറയുമ്പോൾ ഉത്തരം എഴുതുന്നല്ല. ആരാണ് നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറയണം. ആരാണ് നിങ്ങളുടെ ദൈവം? ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ചിന്തകൾ മുഴുവൻ ഈ ദൈവത്തെ ചുറ്റിപ്പറ്റി. അതാണ് നിങ്ങളുടെ ദൈവം. അവരിലല്ലോ നമ്മൾ വസിക്കുന്നത്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം നൽകുവാൻ കഴിയുകയില്ല. ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതിനകത്ത് കൂടുതൽ ദൈവശാസ്ത്ര വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ ദൈവമാണ്. ചിലർക്ക് അവരുടെ ജോലിയാണ് ദൈവം, മറ്റു ചിലർക്ക് ചില ഹോബിയാണ് ദൈവം. നമ്മുടെ ദൈവം ആരാണ്? നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, ആ സ്വർഗീയ ഫാമിലി. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന അതിനെക്കുറിച്ചാണോ? ആ ദൈവത്തെക്കുറിച്ച്. അപ്പൊ ഒന്നാമത്തെ കൽപ്പന ഏതാണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇപ്പൊ ദൈവമാണ് സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവീൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്നാ ചെയ്തോണ്ടിരുന്നാൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല. പൂർണ്ണമായി കർത്താവിൽ സമർപ്പിച്ച് ജീവിക്കുക. അതാണ് നമുക്ക് ദൈവം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് ദൈവം ഉണ്ടോ എന്നുള്ളത്, എല്ലാവർക്കും ദൈവമുണ്ട്, എല്ലാ മനുഷ്യർക്കും ദൈവമുണ്ട്. അവരെന്തിനു വേണ്ടി ജീവിക്കുന്നുവോ അതാണ് അവരുടെ ദൈവം. അപ്പൊ നമ്മുടെ അർത്ഥത്തിൽ നമ്മൾ റീഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് ചിലപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ, ബോധ്യങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബോധ്യങ്ങളിൽ മാറ്റം വരുന്നത് നിങ്ങൾ എന്നോട് പിണങ്ങരുത്. നിങ്ങളുടെ ദൈവം ആരാണ്? ഹൂ ഈസ് യുവർ ഗോഡ്? നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ? യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹല്ലേലൂയ എന്ന് പറയുന്നുണ്ടോ? ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതാണ് പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും ഹൃദയം കൊണ്ട് വിദൂരത്തായിരിക്കും. അപ്പൊ അധരം കൊണ്ട് ബഹുമാനിക്കുന്ന അതല്ല ദൈവം, റിലേഷൻഷിപ്പാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായും ഫുൾ ടൈം എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ദൈവം. ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണ്? എപ്പോഴും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കും ദൈവത്തെക്കുറിച്ച്. അതാണ് നമ്മുടെ ദൈവം. നമ്മൾ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഐ എം സോറി ടു സേ, ഐ ഹാവ് ടു സേ ദാറ്റ് ബിസിനസ്സാണ് നിങ്ങളുടെ ദൈവം. നിങ്ങൾ ബിസിനസ് ചെയ്യരുതെന്നോ കൃഷി ചെയ്യരുതെന്നോ ജോലി ചെയ്യരുതെന്നോ അല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ബിസിനസ് ചെയ്യാം, കൃഷി ചെയ്യാം, ജോലി ചെയ്യാം, പക്ഷേ അതിൻ്റെ മുകളിൽ ദൈവമായിരിക്കണം നിങ്ങളെ നയിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം നിങ്ങളെ ഭരിക്കുന്നത്. നമ്മൾക്ക് ദൈവം ഉണ്ടോ? ഹൂ ഈസ് യുവർ ഗോഡ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ആരാണ് നമ്മുടെ ദൈവം? അപ്പൊ ഒന്നാമത്തെ കൽപ്പന ഇതാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇപ്പൊ ഈ അന്യ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വേറെ ഡെയിറ്റീസിനെ കുറിച്ചാണ്. അന്യ ദൈവം എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ അർത്ഥം. കർത്താവിനെ പിരിഞ്ഞ് നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നാലും അതെല്ലാം അന്യ ദൈവങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തെ കൽപ്പന നമുക്ക് വളരെ വളരെ പരിചയമുള്ളതാണ്, വിഗ്രഹം ഉണ്ടാക്കരുത്. നമ്മൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ക്രിസ്ത്യാനികളെ പലരെ അക്യൂസ് ചെയ്യാറുണ്ട്. ഓർത്തഡോക്സുകാരുടെ വീട്ടിൽ ഫോട്ടോ ഇരിക്കുന്നു, കത്തോലിക്കരുടെ വീടുകളിൽ അല്ലെ പള്ളികളിൽ രൂപങ്ങൾ ഇരിക്കുന്നു. അപ്പൊ അതൊക്കെ വിഗ്രഹങ്ങളാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലോ താഴെ ഭൂമിയിലെങ്കിലോ ഭൂമി കീഴ് വെള്ളത്തിലെങ്കിലുള്ള യാതൊന്നിന്റെയും പ്രതിമയും വരരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഇപ്പം രണ്ടാമത്തെ കൽപ്പനയാണ്. ഇങ്ങനെ ഒരു കൽപ്പന നിങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ആർക്ക് കാണിക്കാൻ പറ്റും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പൗരോഹിത്യത്തെ പറ്റി സംസാരിച്ചു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം, കുറെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് വരും. അപ്പൊ പൗരോഹിത്യത്തെ പറ്റി പറഞ്ഞപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, പഴയ നിയമത്തിലാണ് പൗരോഹിത്യത്തെ പറ്റി വാക്കുള്ളൂ, പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. പുതിയ നിയമത്തിൽ ഉണ്ടാക്കി ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഈ ബാക്കി വാക്യങ്ങൾ കാണിക്കും. അപ്പൊ പഴയ നിയമത്തിലാണ് പൗരോഹിത്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമത്തിലില്ല. അതുകൊണ്ട് നമുക്ക് പൗരോഹിത്യമില്ല.
പഴയ നിയമത്തിലല്ലേ വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലെവിടെയാ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് വാക്യം കാണിക്കോ? അപ്പൊ ഒരേ അളവ്. പൗരോഹിത്യം ഇല്ല എന്ന് പറയാൻ വേണ്ടി അതിന്റെ അർത്ഥം എന്താ? പുതിയ നിയമത്തിൽ കാണുന്നില്ല. അപ്പോസ്തലന്മാർ കുപ്പായമിട്ടതായി അപ്പോസ്തല പ്രവൃത്തിയിലില്ല. അപ്പോസ്തലന്മാർ എന്തെങ്കിലും അങ്ങനെ ചെയ്തതായി കാണുന്നില്ല. അപ്പൊ ഇല്ലാത്തത് കൊണ്ട് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് ആൻ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. അപ്പൊ ഇല്ല, അവിടെ ഇല്ല, പുതിയ നിയമത്തിൽ ഇല്ല. അപ്പൊ പുതിയ നിയമത്തിൽ വിഗ്രഹം ഉണ്ടാക്കരുതെന്നുള്ള കൽപ്പനയുണ്ടോ? ഇല്ല. അത് നമ്മൾ പഴയ നിയമത്തിൽ പോയി എടുക്കും. അപ്പൊ നമുക്ക് സൗകര്യമുള്ളതൊക്കെ പഴയ നിയമത്തിൽ നിന്ന് എടുക്കും, സൗകര്യം ഇല്ലാത്തതൊക്കെ പുതിയ നിയമത്തിൽ തപ്പും. അപ്പൊ ഇതിന്റെ വിശദീകരണം, ന്യായപ്രമാണത്തിന്റെ വിശദീകരണം, when time had fully come, God sent his son under the law, born of a woman. ഗലേഷ്യൻസ് 4:4, ഗലാത്യ ലേഖനം 4:4. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ന്യായപ്രമാണത്തിന് കീഴിൽ തന്റെ പുത്രനെ അയച്ചു. സോ യേശുക്രിസ്തു പ്രസംഗിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ഒരു റബ്ബിയായിട്ട്. ഹി വാസ് ഇന്റർപ്രിറ്റിംഗ് ദ ലോ ഓഫ് മോസസ്. മോശയിലൂടെ കൊടുത്ത പ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. യേശുവിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം. അപ്പൊ യേശു പറയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഞാനോ നിങ്ങളോട് പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കുക. അപ്പൊ പഴയ നിയമത്തിലെ കൽപ്പന കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരുവന്റെ കണ്ണെടുത്താൽ എടുത്തോന്റെ കണ്ണും എടുക്കണം. അപ്പൊ പുതിയ നിയമത്തിന്റെ വിശദീകരണം വന്നപ്പോ എന്താ അതിന്റെ അർത്ഥം? ഞാന് അവന്റെ കണ്ണെടുത്താൽ എന്റെ കണ്ണ് പോവും. ഞാൻ അടിച്ചവന്റെ പല്ല് കളഞ്ഞാൽ എന്റെ പല്ല് പോവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ എന്റെ അയൽക്കാരന്റെ കണ്ണിനെ എന്റെ കണ്ണിനെ പോലെ കാക്കണം. അപ്പൊ അതിന്റെ ശരിയായ അണ്ടർസ്റ്റാൻഡിങ് അതാ. പക്ഷെ മാനുഷികമായ നിലയ്ക്ക് അതിന്റെ പ്രയോഗവൽക്കരണത്തിൽ വന്നപ്പോൾ പ്രായോഗിക തലത്തിൽ അത് വലിയ കുഴപ്പമായി പോയി. ഓരോരുത്തരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, പല്ലടിച്ച് കളയുക. അപ്പൊ യേശു എന്നപ്പോൾ പറയാം, അതല്ല. ലവ് യുവർ എനിമി, ലവ് യുവർ നെയ്ബർ. അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കുക. ഹായ് ജിജി എബ്രഹാം, ഞങ്ങള് ഇതാണ് 10 കൽപ്പനകളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. നമുക്ക് അയൽക്കാരനെ സ്നേഹിക്കാനും കൂട്ടുകാരനെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്, പരിശ്രമിച്ചാൽ സ്നേഹിക്കാം. പക്ഷേ യേശു കുറെ കൂടെ കടത്തി പറഞ്ഞു, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോ നീ എന്ത് ചെയ്യണം? അവന്റെ കണ്ണ് നിന്റെ കണ്ണിനെ പോലെ നീ കരുതണം. നിന്റെ കണ്ണിനെ നീ എങ്ങനെ കരുതുന്നോ അങ്ങനെ നീ നിന്റെ ശത്രുവിന്റെ കണ്ണിനെ കരുതണം, നിന്റെ അയൽക്കാരന്റെ കണ്ണിനെ കരുതണം. അതാണ് ഈ കണ്ണിന് പകരം കണ്ണെന്ന് പറയുന്നതിന്റെ അർത്ഥം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ കെയർ ചെയ്യുക, ലവ് ചെയ്യുക. പക്ഷെ അതിന് വരെ യഹൂദന്മാർ ചെയ്ത് അങ്ങനെയല്ല. അപ്പൊ കർത്താവ് വന്നിട്ട് അതിന് വിശദീകരണം കൊടുക്കുകയാണ്, ഓരോ കൽപ്പനകളും. അപ്പൊ വിഗ്രഹം ഉണ്ടാക്കരുത്, അടുത്ത വിഷയം വരെയാണ്. വിഗ്രഹം ഉണ്ടാക്കരുത്. തിരുവഴുത്തിൽ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണുകയാണ് എഫേസ്യ ലേഖനത്തിൽ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പൊ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരാൾ ദ്രവ്യാഗ്രഹി ആയാൽ അവന് ക്രിസ്തുവുമായി ബന്ധമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മലയാളം തർജ്ജിമയിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബൈബിളിൽ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ബന്ധമില്ലെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, 1 തിമോത്തിയോസ് 6:10, 1 തിമോത്തിയോസ് 6:10, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ.
അപ്പം ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് സകല ദോഷത്തിനും മൂല കാരണമാണ്. സോഴ്സ് ഓഫ് ഓൾ ഈവിൾ, എല്ലാ തിന്മകളുടെയും ആരംഭം ദ്രവ്യാഗ്രഹമാണ്. അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മളത് വായിക്കുമ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം വായിക്കണം. അതിന്റെ പുറകോട്ട് നമ്മൾ നോക്കുമ്പം അവർ അതിന്റെ തൊട്ടുപുറകെ 2 വാക്യം ഞാൻ ചേർത്ത് വായിക്കാം. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചില ആളുകൾ അവരുടെ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മേക്ക് മണി. ഇപ്പം നമുക്ക് പിന്നെ ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബൈബിളുമായിട്ട് ബന്ധമുണ്ട്, അല്പം പരിചയമുണ്ട്, ബൈബിൾ വാക്യങ്ങൾ അറിയാം. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ലെറ്റ് us മേക്ക് സം മണി. അപ്പം അതേക്കുറിച്ചാണ് ചിന്തിക്കും. പണം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് നമുക്ക് എല്ലാ ദോഷത്തിനും കാരണമായി തരും. അടുത്ത വാക്യം പറയാണ്, അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ്. ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണിത്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളത്തിൽ മനസ്സിലാക്കുന്ന അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴപ്പെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഉഴപ്പന്മാരായ എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ ആത്മീയത കൊണ്ട് നടക്കുന്നവർക്ക് പൈസ ഉണ്ടാകും, അതാണ് അതിൻ്റെ അർത്ഥം. അതല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ ആദ്യത്തെ വാക്യം അതാ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി എന്ന്, അലംഭാവം എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് കണ്ടന്റ്മെന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സംതൃപ്തി. അപ്പൊ നമ്മൾ ആ വാക്യം ശരിക്കും വായിച്ചാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. ആ വാക്യത്തിന്റെ ശരിയായ തർജ്ജമ അതാണ്. അപ്പൊ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. അപ്പം നമുക്ക് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പി. അതിന്റെ വിശദീകരണം കൊണ്ടുവരികയാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ന്യൂ ടെസ്റ്റമെന്റിലെ ഒരു വാക്യമാണ്. ഐ ഡോണ്ട് നോ നിങ്ങളിൽ എത്ര പേര് ഈ വാക്യം പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെയൊക്കെ ചർച്ചിൽ ഈ വാക്യം പ്രസംഗിച്ച് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇല്ലെങ്കിൽ ഇതൊരു വാക്യമാണ്, വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അപ്പോൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തോമസ് പുന്നൂസ് അത് തെറ്റായിട്ട് ധരിക്കുന്നത്, അതല്ല അതിന്റെ അർത്ഥം. അലംഭാവത്തോടു കൂടിയാന്ന് അതിന്റെ ഒറിജിനൽ തർജ്ജിമ തെറ്റാണ്. അത് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടം കൊണ്ടുവരും. അത് പോസിറ്റീവായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി. സംതൃപ്തി ഇല്ലാത്ത ദൈവഭക്തി എല്ലാ ദോഷത്തിന്റെയും കാരണമായി തീരും. അപ്പൊ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംതൃപ്തിയും കൃതജ്ഞതയും ഉണ്ടായിരിക്കണം ഇന്നിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജോലിയിൽ, ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസിൽ, ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ, ഇപ്പോൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ സംതൃപ്തനാണെങ്കിൽ നിങ്ങളുടെ ദൈവഭക്തി നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ് ആൻഡ് വേർ യു ആർ, അപ്പൊ നിങ്ങളിപ്പോ എവിടെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു, എവിടെ താമസിക്കുന്നു, ഏത് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, ഇതിലൊന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവഭക്തിക്ക് സാരമായ തകരാറുണ്ട്. അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് പൗലൂസ് പറയുന്നത്. പൗലൂസ് ഇത് എഴുതുന്ന സമയത്ത് പൗലൂസ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഡെത്ത്. ഏത് സമയത്തും പിടിക്കപ്പെടാം, കൊല്ലപ്പെടാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. ഡെത്ത് റോസിലാണ്, കൈകളിൽ ചങ്ങലകൾക്കാണ്. അപ്പൊ പൗലൂസ് പറയാണ്, ഒരു മനുഷ്യന് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, നിലവിളിക്കാൻ ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിൽ നമുക്ക് പറയാം, കർത്താവ് എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണമില്ല. തിരുവെഴുത്തി പറയാണ്, നിനക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നീ ലോകത്തിലെ 60% ആളുകളെക്കാൾ മുകളിലാണ്.
ലോകത്തിലെ 60% ആളുകളെക്കാൾ മുകളിലാണ്, അഥവാ നിന്റെ കീഴിൽ 600 കോടി ആളുകളുണ്ട്. നിന്നേക്കാൾ മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന 600 കോടി ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട്. അപ്പൊ എത്ര സ്തോത്രം നമ്മൾ കർത്താവിന് പറയണം? 600 കോടി സ്തോത്രം പറയണം. അപ്പൊ അതുകൊണ്ട് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരികയും മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദുഃഖത്തിന്റെ എല്ലാം കാരണം നമ്മുടെ മോഹങ്ങൾ. ശ്രീബുദ്ധൻ പറഞ്ഞ മോഹങ്ങൾ എന്താണ്? അപ്പൊ നമ്മൾ ദ്രവ്യമുണ്ടാകും, ഒരുപാട് പണം ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊരു ഇമാജിനറി വേൾഡിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു ഡ്രീം വേൾഡാണ്. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്ക് പണം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യണം, നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം, നമുക്ക് അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ മനക്കോട്ടകൾ കെട്ടും. ഈ മനക്കോട്ടകൾ കെട്ടുന്നതാണ് ഈവിൾ. കാരണം നമ്മുടെ ചിന്തകൾ നമ്മളെ സംബന്ധിച്ച് വെറും ചിന്തകൾ മാത്രമാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചും ദൈവരാജ്യത്തെ സംബന്ധിച്ചും അതെല്ലാം ഫാക്ട്സ് ആണ്, റിയൽ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ചിന്തകൾ നമ്മെ സംബന്ധിച്ച് മാത്രമാണ് വെറും ചിന്തകൾ. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചും ദൈവരാജ്യത്തെ സംബന്ധിച്ചും ആ ചിന്തകൾ വെറും ചിന്തകളല്ല, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല. നമ്മൾ വ്യവഹരിക്കപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ, ഈ കാണുന്ന ലോകത്തിൽ, ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജഡരൂപപ്പെട്ട് നിൽക്കുന്ന, അഥവാ ഒരു ഫിസിക്കൽ ഫോമിൽ നിൽക്കുന്നത് മാത്രമാണ് റിയൽ എന്നാണ് നമ്മുടെ ചിന്ത. ദാറ്റ് ഈസ് റോങ്. ഈ ഫിസിക്കൽ ഫോമിൽ നിൽക്കുന്ന മാത്രമല്ല റിയൽ. അപ്പൊ അവർ തോട്ട്സ്, അവർ ഇമാജിനേഷൻസ് ആർ വെരി മച്ച് റിയൽ ടു ഗോഡ്. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിൽ നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ മാനസാന്തരത്തെ പറ്റി പറഞ്ഞപ്പോ, അടിസ്ഥാന വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞപ്പോ, നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള മാനസാന്തരം. അത് ഞാൻ വെറുതെ ചിന്തിച്ചല്ലേ ഉള്ളൂ, ഞാനൊന്ന് ചിന്തിച്ചേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു വന്നിട്ട് പഠിപ്പിച്ചത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ എല്ലാം അവളോടുകൂടെ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പൊ വ്യഭിചാരം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിസിക്കൽ ആക്ട് ആണ്. 1 second, സോറി. നമ്മളെ സംബന്ധിച്ച് ഫിസിക്കൽ ആക്ട് ആണ്. അപ്പൊ ഫിസിക്കൽ ആക്ട് വന്നെങ്കിലേ നമുക്കത് വ്യഭിചാരമാകത്തുള്ളൂ. പക്ഷേ കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യത്തിൽ യേശുക്രിസ്തു പറയാണ്, നീ മോഹിക്കുന്നെങ്കിൽ, നീ ഇമാജിൻ ചെയ്യുന്നെങ്കിൽ അത് റിയലാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ പകയുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പട്ടികയിലാണ്? കുലപാതകന്റെ പട്ടികയിലാണ്. കുറച്ചു മുമ്പേ നമ്മുടെ ബഹുമാനി ES തോമസിന്റെ ലൈവ് ഉണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവസാനം പിന്മാറിപ്പോയാൽ അവൻ നരകത്തിൽ പോവോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ. ഇറ്റ് വാസ് ഗുഡ്. അപ്പോ ചില ആളുകൾക്ക് അങ്ങനെയാണ്, നമ്മളിങ്ങനെ മാനസാന്തരപ്പെട്ടിങ്ങനെ ഈ കൊലപാതകികളൊക്കെ സ്വർഗത്തിൽ പോവോ? കൊലപാതകികൾ നമുക്ക് അവരോടൊരു പുച്ഛമാണ്. മോഷ്ടാവ്. നമ്മൾ ഒരാളുടെ ഒരു വസ്തു കണ്ടിട്ട്, ഒരാളുടെ ഒരു കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, അത് കണ്ടിട്ട് നമ്മളത് മോഹിക്കുകയാണ്. മോഹിച്ചാൽ ഈ ലോകത്തിൽ ഇപ്പൊ അമേരിക്കൻ ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റിന്റെ IPC, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ കുറ്റശിക്ഷാ നിയമം, അല്ല CRPC, ഇതൊന്നും അനുസരിച്ച് ഒരു കേസേ അല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും മോഹിക്കാം. അപ്പോൾ ഒരു പോലീസുകാരും കേസ് രജിസ്റ്റർ ചെയ്യത്തില്ല, ഒരു കോടതിയിലും ആ കേസ് എടുക്കത്തുമില്ല. ഇയാൾ എൻ്റെ കാറ് മോഹിച്ചു. പക്ഷെ ദൈവരാജ്യത്തിൽ നീ അപരൻ്റെതായ എന്തെങ്കിലും ഒന്ന് മോഹിച്ചാൽ ആ മോഹിക്കുന്നതിനെ മോഷണമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. മോഷ്ടാവാണ്.
അപ്പം ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പം ഇതുകൊണ്ടാണ് കർത്താവെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പലരും പറയാൻ നിൽക്കുന്ന ഇതാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മൾ പറയുന്ന ന്യായം ഇതാണ്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പലരും ഈ ഫേസ്ബുക്കിൽ എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഒരുപാട് സെൽഫ് ജസ്റ്റിഫൈയും മെസ്സേജസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപികളെ നിശ്ചിതമായി വിമർശിച്ചും പിന്നെ വിശുദ്ധ ജീവിതം വേണം, നിങ്ങളാരും സ്വർഗത്തിൽ പോകത്തില്ല, ഈ രീതിയിലുള്ള പ്രസംഗങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ അവരൊക്കെ അവരുടെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, ആ സെൽഫ് ജസ്റ്റിഫിക്കേഷനിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സഹോദരൻ ES തോമസ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു പട്ടികയിൽപ്പെട്ട പാവങ്ങളൊന്നും ചെയ്യാതെയാണ് ഞാൻ 40 കൊല്ലം. ശരി, എന്താ പറയുന്നത്? മോഷ്ടിച്ചിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരാളോട് നമ്മുടെ ഉള്ളിൽ ഒരു പക വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു പക സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊലപാതകിയാണ്. അത് ഈ കോടതി കേസില്ല, പോലീസിന്റെ കേസില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ നമ്മൾ കൊലപാതകിയാണ്, കൊലപാതകിയുടെ പട്ടികയിലാണ്. ഒരാളുടെ വസ്തുവിനെ നമ്മൾ മോഹിച്ചാൽ നമ്മൾ മോഷ്ടാവിന്റെ പട്ടികയിലാണ്. ഒരു സ്ത്രീയെ മോഹിച്ചാൽ നമ്മൾ വ്യഭിചാരിയുടെ പട്ടികയിലാണ്. ഇതാണ് പുതിയ നിയമം നൽകുന്ന വിശദീകരണം. കാരണം പുതിയ നിയമത്തിൽ നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യങ്ങളാണ്, നമ്മുടെ വിചാരങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവായ ദൈവം തമ്പുരാൻ പിതാവിന്റെ ദൈവം തമ്പുരാന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ എങ്ങനെ ക്ലിയർ ആക്കണം, ചിന്തകൾ ശരിയായ വിധത്തിൽ നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്തൊക്കെ? ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത്. അപ്പൊ ലേഖനത്തിൽ വായിക്കുന്നത് മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരിൽ നിന്ന് സഭ പഠിച്ചത് എങ്ങനെയൊക്കെയാണ്. അപ്പോസ്തലന്മാരിൽ നിന്ന് സഭ പഠിച്ചത് ഗ്രഹിച്ചും കണ്ടും കേട്ടും പഠിച്ചും. ഇപ്പൊ 4 മെത്തേഡാണ്. അപ്പൊ ആ രീതിയിൽ ആണ് പാരമ്പര്യങ്ങൾ വരുന്ന പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് പറയും. നിങ്ങൾ ഈ പുസ്തകങ്ങളിൽ മാത്രം, പുസ്തകത്തിലുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്, സകലവിധ ദോഷത്തിനും കാരണമാണ്. കുറച്ചു മുമ്പ് എൻ്റെ ഏറ്റവും ഒരു ക്ലോസ് ഫ്രണ്ട് എന്നെ ഉപദേശിച്ചു, എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യണം. യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ യൂട്യൂബിനായിട്ട് നമ്മൾ കോൺട്രാക്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബിലിടുന്ന പ്രസംഗത്തിന് ഇങ്ങനെ പരസ്യം കാണിക്കും. പരസ്യം കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അതായത് 1000 വ്യൂവിന് $2 വെച്ച് കിട്ടും. അത് ജനറൽ ഒരു പരസ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ പരസ്യം ഉൾപ്പെടുത്താം. നമ്മുടെ കണ്ടന്റ് കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ, മൂവിയോ ആളുകൾ എന്തായാലും കാണും എന്നുള്ളതാണെങ്കിൽ പരസ്യം കുത്തി നിറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് കാണുന്ന ആളുകൾക്ക് ധാരാളം പരസ്യങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഓരോ പരസ്യവും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കിട്ടും. അമേരിക്കൻ ഓഡിയൻസ് വാച്ച് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ പല കണക്കുകളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ചെയ്യണം, എന്തായാലും കുറച്ച് പൈസ കിട്ടുന്ന നല്ല കാര്യമാണ് കിട്ടുന്നത്, പണം കിട്ടുന്ന നല്ല കാര്യം. ഞാൻ പറഞ്ഞു നമ്മളിതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ നമുക്ക് ഹൗ ടു മേക്ക് മണി, നമുക്ക് പണം ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ദ്രവ്യം ഉണ്ടാക്കരുതെന്നല്ല പറഞ്ഞു, പക്ഷെ അതിനോടുള്ള ആഗ്രഹം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയും, പണം ഉള്ളവരെല്ലാം ദ്രവ്യാഗ്രഹികളായിരിക്കണമെന്നില്ല. ഒരു ഗതിയും പരഗതിയില്ലാത്ത ദ്രവ്യാഗ്രഹികളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ദ്രവ്യാഗ്രഹിയായ പിച്ചക്കാരനും കാണും, ഒട്ടും ദ്രവ്യാഗ്രഹം ഇല്ലാത്ത കോടീശ്വരനും കാണും. എത്ര പണം ഉണ്ടെന്നുള്ളതല്ല ഒരാൾ ദ്രവ്യാഗ്രഹിയാണോ എന്ന് ചിന്തിക്കുന്നു. ദ്രവ്യാഗ്രഹമാണ്. ഞാൻ ഇന്നലെ ഇവിടെ മലയാളി കടയിൽ പോയി. ഇടയ്ക്കിടയ്ക്ക് മലയാളികളുടെ കടയുണ്ട് ഇവിടെ, ഗ്രോസറി. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ ഒരു മനുഷ്യൻ വളരെ വെൽ ഡ്രസ്ഡ് ആണ്, ഡീസൻ്റ് ആണ്, നല്ലൊരു വെളുത്ത് യോഗ്യനായൊരു മനുഷ്യൻ. അദ്ദേഹം എന്തോ ഒരു സാധനം മേടിച്ച് എനിക്ക് മുമ്പ് വന്ന് ഇത് കൊടുത്തു. അപ്പോൾ ആ കട നടത്തുന്ന ആള് ചിരിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്. അപ്പം അയാൾ ചെയ്ത എന്താണെന്നറിയോ? അയാൾ കുറച്ച് പച്ചമുളക് മേടിച്ചു.
അപ്പം അവിടെ ഈ പച്ചമുളക് മേടിക്കുമ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഞെടുപ്പ് മുഴുവൻ പറിച്ചിട്ടാണ് ഇയാൾ ഈ പച്ചമുളക് മേടിച്ചത്. അപ്പോൾ ഈ കടക്കാരൻ ചിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു ഞെടുപ്പ് മുഴുവൻ പറിച്ചിട്ടിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇയാൾ പറയാം തൂക്കം കുറയ്ക്കാനായിരിക്കും. അപ്പം നിങ്ങൾക്കറിയാലോ പച്ചമുളകിൻ്റെ ഞെടുപ്പിന് എന്ത് തൂക്കമുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ ഞെടുപ്പ് മുഴുവൻ പറിച്ച് അവിടെ ഇട്ടിട്ട് അത് അപ്പം എന്ത് സേവ് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ നിന്ന് അസസ് ചെയ്തിട്ട് ഒരു 2 സെന്റ് പോലും അതിൽ നിന്നൊരു സേവിങ് വരത്തില്ല. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ദ്രവ്യാഗ്രഹം നമ്മുടെ അങ്ങ് അകത്ത് കയറി പിടിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, നമ്മൾ പരിശോധിക്കണം. കാരണം അത് സകല ദോഷത്തിനും മൂല കാരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെന്നുള്ളതല്ല ഇവിടെ പറയുന്നത്, ദ്രവ്യാഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണ്. ദ്രവ്യാഗ്രഹം അപ്പം അതിനെക്കുറിച്ച് കുറേ കൂടെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. കുറച്ചുകൂടെയുള്ള വിശദീകരണം നമുക്ക് കിട്ടുന്നത് കൊലാസി ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പൊ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. സോ ക്ലിയർ. അവിടെ പൗലൂസ് കൊലാസ്യർ 3:5 വരുമ്പോൾ വ്യക്തമായിട്ട് പറയാണ്. അപ്പൊ വിഗ്രഹാരാധന പുതിയ നിയമത്തിന്റെ ഭാഷയിൽ, പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊരു ഡോൾ ഇരിക്കുന്നതല്ല. അങ്ങനെയാണ് ഇപ്പം ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത്, മേലിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വിഗ്രഹാരാധന? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ മേടിച്ചിരിക്കുന്ന ടോയ്സ് ഒക്കെ വിഗ്രഹം എന്ന് പറയണം. കാരണം അത് ഓരോന്നും രൂപ, പക്ഷിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ രൂപങ്ങളാണ്. അപ്പം അതേക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പുതിയ നിയമം പറയുന്നു വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നിന്റെ അത്യാഗ്രഹമാണ്, നിന്റെ അത്യാഗ്രഹമാണ്, ദ്രവ്യാഗ്രഹമാണ്. അപ്പൊ ദ്രവ്യാഗ്രഹം, ഗ്രീഡ് ആൻഡ് ലവ് ഓഫ് മണി, പണത്തോടുള്ള ആസക്തി, പണത്തോടുള്ള മോഹം, അതാണ് തിരുവെഴുത്തിൽ വിഗ്രഹാരാധനയായിട്ട് കാണുന്നത്. അപ്പൊ നമ്മുടെ ആ കാഴ്ചപ്പാടുകൾ മാറണം. ഇപ്പൊ ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു പടവും കാണത്തില്ല, ഒരു രൂപവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. സ്തോത്രം കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാ മാലിന്യതകളും മാറ്റിയോ? ഹൃദയത്തിലേക്ക് നോക്കണം. അവിടെയാണ് വിഗ്രഹം ഇരിക്കുന്നത്. അവിടെ എത്രമാത്രം നമുക്ക് ദ്രവ്യാഗ്രഹമുണ്ട്, അതാണ് നമുക്ക് വിഗ്രഹാരാധിയാണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത്. അപ്പൊ നമ്മള് വിഗ്രഹാരാധിയുടെ പട്ടികയിൽ വരും ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ അവിടെ കത്തോലിക്ക പള്ളിയിൽ പോയി സെയിന്റ് മേരിയുടെ രൂപത്തിന്റെ മുമ്പിൽ മെഴുകുതിരെത്തിക്കുന്ന ആളല്ല വിഗ്രഹാരാധി. അവൻ നിസ്വാർത്ഥനായിരിക്കും, കിട്ടുന്നതിൽ കൂടുതൽ ആളുകളെ സ്നേഹിക്കുകയും പാവങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആള്. കണ്ണുനീരൊഴുക്കി കർത്താവിനെ കൊണ്ട് പ്രാർത്ഥിക്കുകയും എപ്പോഴും ദൈവവിചാരത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു പാവപ്പെട്ടവൻ. പക്ഷെ അവൻ സന്ധ്യയാകുമ്പോൾ നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകും. ഒയ്യോ, വിഗ്രഹാരാധി. പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അയൽപക്കത്തുള്ള ആ ജോയിയും കുടുംബവും. എന്താ പറ്റിയ ജോയിക്ക്? ജോയി വിഗ്രഹാരാധിയാ. നമുക്കെന്നാ പണി? അപ്പൊ നമ്മളീ പണസമ്പാദന വ്യഗ്രത അത് വിഗ്രഹമാണ്, വിഗ്രഹാരാധനയാണ്. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പണസമ്പാദന വ്യഗ്രത. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നത് ആ കൽപ്പനയുടെ ആഴം അങ്ങ് പോവാണ്. ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കൽപ്പന നമ്മളെ നോക്കി ചിരിച്ചു കാണിക്കുകയാണ്. അപ്പൊ നമുക്കതവിടെ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു വന്ന് വിശദീകരണം കൊടുക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ വിശദീകരണം. നമ്മൾ പ്രമാണം പാലിച്ചു പാസ്സായി ജയിച്ചു പോകാനാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രമാണം പാലിച്ചു പാസ്സായി ജയിക്കാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് കർത്താവ് നമുക്ക് സൗജന്യമായി വഴിയൊരുക്കി. പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ പ്രമാണം പാലിക്കും,
ഞങ്ങൾ തന്നെ പോകും, കർത്താവിൻ്റെ വഴി ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥന, കർത്താവെ കരുണ ചെയ്യണമേ, കുറിയലൈസോൻ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. അപ്പം നമ്മൾ കർത്താവിൻ്റെ ഇതിൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുക, ഞാൻ 4 നൂറ്റാണ്ടിലധികമായിട്ട് പെന്തക്കോസ്റ്റിലാണ്. പെന്തക്കോസ്ത് വിശ്വാസികളുമായിട്ടാണ് ഇടപെടുന്നത് എല്ലാ വ്യവഹാരങ്ങളും. അപ്പോൾ നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു കഴുകി ശുദ്ധീകരണം പ്രാപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ബൈബിൾ വാക്യങ്ങളാണ്. അപ്പം നമ്മൾ എന്തിൽ നിന്നാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? എന്തിൽ നിന്നാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഈ 4 നൂറ്റാണ്ടിലധികം ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്ന ആളാണ്. അപ്പം പെന്തക്കോസ്റ്റുകാരായിട്ടാണ് എൻ്റെ എല്ലാ ബന്ധങ്ങളും ഇടപാടുകളും. അപ്പോൾ ഒത്തിരി പ്രാർത്ഥനകളെല്ലാം ഞാൻ കേട്ടു. ഞാൻ ഈ യാക്കോബായ പള്ളി വിട്ട് ഇനി വന്നിട്ട് ഒരു കല്യാണത്തിന് പോലും ഒരു യാക്കോബായ പള്ളി പോയിട്ടില്ല, അല്ലൊരു കത്തോലിക്ക പള്ളി പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. പൂർണ്ണമായി വേർപാട് എല്ലാ അർത്ഥത്തിലും പാലിക്കുന്ന ഒരാളാണ് ഞാൻ, വേർപെട്ട വിശ്വാസിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അതിന് പല പെന്തക്കോസ്റ്റുകാരും പോകാറുണ്ട്, പാസ്റ്റർമാർ പോകാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഈ വേർപെട്ട് ജീവിതം, പക്ഷേ ഇത്രയും നാളിനിടയിൽ ഈ ദ്രവ്യാഗ്രഹം ഇല്ലാത്ത, ഞാൻ എല്ലാ ആദരവോടെ പറയാണ്, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് പറയാമല്ലോ. എൻ്റെ എക്സ്പീരിയൻസ് ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ഒറ്റ പെന്തക്കോസ്റ്റുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ദ്രവ്യാഗ്രഹത്തിനെതിരെ പ്രസംഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ദ്രവ്യാഗ്രഹത്തിനെതിരെ ഏറ്റവും അധികം പ്രസംഗിക്കുന്ന, ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസംഗിക്കുന്ന, നമ്മൾ ഞെട്ടിപ്പോവും. ഞാനൊരു പാസ്റ്ററുടെ പ്രസംഗം കേട്ട് ഞാൻ ഭയങ്കരമായിട്ട് മാനസാന്തരപ്പെട്ടു. ഞാൻ ഈ പെന്തക്കോസ്റ്റിൽ വന്ന ഇടയ്ക്ക് ഒരു പാസ്റ്ററുടെ പ്രസംഗം കേട്ടു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ദ്രവ്യാഗ്രഹത്തിനെതിരെയുള്ള പുസ്തകങ്ങൾ, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വലിയ ഭക്തിയായിരുന്നു. ഇത്രയും വിശുദ്ധന്മാരുള്ള ഒരു സഭയിലാണല്ലോ ഞാൻ വന്നത്. അങ്ങനെ ഒരിക്കൽ നാട്ടില് ഇദ്ദേഹം പ്രസംഗിക്കാൻ വരികയാണ്. പ്രസംഗിക്കാൻ വരുമ്പോൾ എനിക്കങ്ങ് ഭക്തി മൂത്ത്. കാരണം ദ്രവ്യാഗ്രഹത്തിനൊക്കെ എതിരെ സംസാരിക്കുന്ന ദേവദാസനാണല്ലോ എന്ന് കരുതി. അപ്പം വൈകിട്ടത്തെ കൺവെൻഷനാണ് അദ്ദേഹത്തിന്, വൈകിട്ടത്തെ. അപ്പോൾ പകൽ അവിടെ വേറൊരു സഭക്കാര്, ഈ ദേവദാസൻ എന്നാലും പകലുണ്ടല്ലോ, വിശ്രമിക്കുകയാണല്ലോ, അവർ വെള്ളിയാഴ്ച ഒരു പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം ഇത് ഞാൻ അറിഞ്ഞു. കാരണം അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫാനാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു, ആ സഭയിൽ ചെന്നു. അപ്പം സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്തോളാം, വൈകിട്ടത്തെ മീറ്റിംഗ് ആണല്ലോ, വൈകിട്ടത്തെ മീറ്റിങ്ങിൽ വിട്ടാൽ മതി. അപ്പോൾ ഉച്ചയ്ക്ക് പ്രസംഗം കഴിഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തെ കാറിലൊക്കെ കയറ്റി അവിടെ അടുത്ത് ഒരു വീട്ടിൽ, അവിടെ എനിക്ക് പരിചയമുള്ളൊരു വീടുണ്ട് ഈ സഭയുടെ അടുത്ത്, വലിയൊരു വീടാണ്, ഒരുപാട് മുറികളൊക്കെ ഒരു വലിയ വീടാണ്. അപ്പം ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ മുകളിലത്തെ നിലയിലൊരു മുറിയിൽ താമസിപ്പിച്ചു. ദേവാസനയോട് വിശ്രമിക്ക്, അപ്പോൾ വൈകിട്ടത്തെ കൺവെൻഷന് വിട്ടാൽ മതിയല്ലോ. പക്ഷെ ഇദ്ദേഹം എന്നോട് മിണ്ടുന്നില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹം, ഈ ഇത്രയും വിശുദ്ധനായ ഈ മനുഷ്യനെ കാറെ കയറ്റി കൊണ്ടുപോവുക, അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇദ്ദേഹത്തോട് ഒന്ന് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, കുറെ കൂടെ അടുത്ത് പരിചയപ്പെടാൻ പറ്റും, ഇതിങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങളും ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് പറയാനുണ്ട്. ഇദ്ദേഹം മിണ്ടുന്നേ ഇല്ല, ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ തന്നാൽ വലിയ വിശുദ്ധി കൂടിയിട്ട് മിണ്ടാത്തായിരിക്കും, ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിശുദ്ധനാണ്. അപ്പം ഞാൻ ഈ പിന്നെ സഭക്കാരോട് പറഞ്ഞായിരുന്നു, ഈ ഇദ്ദേഹത്തിന് സ്വത്രാഴ്ച അങ്ങനെ ഒന്നും കൊടുക്കണ്ട, കാരണം അതെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. കാരണം എനിക്ക് ഭക്തി മൂത്തോട്ട് ഞാൻ പറഞ്ഞാണ് സഭക്കാർക്കുള്ള ഒരു ഓഫർ, നിങ്ങളുടെ പ്രസംഗനെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. അപ്പം അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ട് കൊടുത്തു, അദ്ദേഹത്തെ വിശ്രമിക്കാൻ ഒരു വീട്ടിലും കൊണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മുഖം തെളിഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, വൈകുന്നേരം ഞാൻ വന്ന് ഇദ്ദേഹത്തെ പാക്ക് ചെയ്ത് കൺവെൻഷൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഇദ്ദേഹത്തെ ഉറങ്ങാനൊക്കെ അവിടെ കിടത്തി.
വൈകുന്നേരം 5 മണിയായപ്പോൾ ഞാൻ ചെന്നു. 5 മണിക്ക് ചെന്നു, കാരണം 7-നാണ് കൺവെൻഷൻ. അപ്പം ഇദ്ദേഹത്തെ റെഡിയാക്കി കൊണ്ടാൽ മതില്ല. 5-ന് ഞാൻ ചെന്നു. അപ്പം വൈകുന്നേരം 5-ന് ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ചായയും കടിയൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പം ഞാനൊരു കവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വോത്രാഴ്ച കൊടുക്കാൻ. അപ്പോഴും ഇദ്ദേഹം മിണ്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഡ്രസ്സൊക്കെ ധരിച്ചു. അപ്പം കൺവെൻഷനെ കൊണ്ടുപോകാൻ വേണ്ടി കൺവെൻഷൻകാർ വന്നു, അവരുടെ വണ്ടിയും കൊണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് പോകാനുള്ള വണ്ടി അവർ വന്നിട്ടുണ്ട്. ഒന്നൊക്കെ വെച്ചു. അപ്പം പിന്നെ ഞാൻ പിരിയും, എൻ്റെ റോള് തീരുകയാണല്ലോ. അപ്പം ഞാൻ ഈ കവറെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു സ്വോത്രാഴ്ച. ഇതങ്ങോട്ട് കിട്ടുകയും ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ഇയാളുടെ മുഖം അങ്ങ് തെളിഞ്ഞു. മുഖം തെളിഞ്ഞിട്ട് പെട്ടെന്ന് അത്രയും നേരം ഇല്ലാത്തൊരു ഊഷ്മള ഭാവമൊക്കെ കൈവന്നിട്ട് ഇയാൾ എന്നോട് ചോദിക്കുക, അവൻ ബ്രദറിന്റെ പേരെന്നാ? അപ്പം അത്രയും സമയമായിട്ട് പേര് ചോദിച്ചിട്ട് നോക്കണം. ബ്രദറെ, അപ്പോൾ എനിക്ക് അകത്തങ്ങ് മിന്നി. എനിക്കങ്ങ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തോ അപമാനിച്ച പോലെ ഒരു തോന്നല്. എനിക്കങ്ങ് ഒരു മലയാള ഭാഷയിൽ എനിക്ക് വാക്കുകളൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ വേണം എൻ്റെ അന്നത്തെ ആ വികാരം. അപ്പം ഞാൻ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നമുക്ക് തെറിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് പേരില്ലെന്ന്. എനിക്ക് നല്ല അരിച്ചു വന്നു, കാരണം ഇയാളെൻ്റെ പേര് ചോദിക്കും, എന്നെ ഒന്ന് പരിചയപ്പെടുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇയാളെ കൊണ്ടുവന്നു. പുതിയ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് പേരെന്നാന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പേരില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി വണ്ടി എടുത്ത് വിട്ടുപോകും. ഇന്നു വരെ പിന്നെ ഞാൻ ആ പുള്ളിയുടെ പുസ്തകം വായിക്കാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. കാരണം കടുത്ത ദ്രവ്യാഗ്രഹമാണ്. ഞാൻ പറഞ്ഞത് കടുത്ത ദ്രവ്യാഗ്രഹം. ഈ ആള് ഇതേ പ്രസംഗം കാലിഫോർണിയയിൽ ഒരിടത്ത് പ്രസംഗിക്കാൻ വന്നപ്പം അവിടുന്ന് എന്നെ വിളിച്ചു പറഞ്ഞ, അതൊരു 5-6 years ago, 5-6 വർഷം മുമ്പാണ്. ഇയാൾ വന്നിട്ട് പ്രസംഗിച്ചു. അവിടെ 3 ദിവസം കൺവെൻഷൻ, വെള്ളി ശനി ഞായർ 3 ദിവസത്തെ കൊട്ടും മേളം എല്ലാം കഴിഞ്ഞ് കവർ കൊടുത്തില്ല. അപ്പൊ തിങ്കളാഴ്ച രാവിലത്തെ ഫ്ലൈറ്റ് ഒരു വിശ്വാസിയുടെ വീട്ടിൽ കൊണ്ട് വിശ്രമിക്കാനാക്കി. അപ്പൊ സഭയുടെ സെക്രട്ടറി, ചർച്ചിന്റെ സെക്രട്ടറിയാണ് രാവിലെ ഇയാൾക്ക് എയർപോർട്ടിലോട്ട് റൈഡ് കൊടുക്കുന്നത്. അപ്പൊ ഇയാൾക്കുള്ള ചെക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കനത്ത തുകയുടെ ചെക്കൊക്കെ എഴുതി കവറിലിട്ട് വെച്ചിരിക്കുക. പക്ഷെ കൊടുത്തില്ല. ഇത് നമുക്കൊക്കെ ഒരു മര്യാദ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരാളെ കണ്ട ആദ്യം തന്നെ ഈ കവർ കൊടുക്കുമോ? പിരിയാൻ നേരത്ത് കൊടുക്കുക എന്നുള്ള ഒരു, ഞാനും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കവർ കൊടുക്കാൻ. നമ്മൾ കണ്ട വണ്ടി കയറണം എന്ന ഭാഷ എന്നാ പിടിച്ചു വന്നു, അങ്ങനെയല്ല. നമ്മൾ പിരിയുമ്പോഴല്ലേ ഒന്ന് കൈ കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇത് കൊടുക്കുന്നത്. പക്ഷെ ഇയാൾക്ക് അപകടം മണത്തു. കാരണം 3 ദിവസത്തെ അധ്വാനം, 4 പ്രസംഗമാണ്. ഇപ്പം ഞായറാഴ്ച പകലും വെള്ളി ശനി ഞാനും എല്ലാം പ്രസംഗിച്ച് ഈ സഭക്കാരുകൾ പ്രസംഗിച്ചു. 4 ദിവസവും പ്രസംഗിച്ചായിരുന്നു. ന്യൂ ജനറേഷൻകാരെ കുറ്റം പറഞ്ഞാൽ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രോസ്പെരിറ്റി തിയോളജിക്കൊക്കെ എതിരെ പ്രസംഗിക്കുന്നത്. 4 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് എന്താ ഒരു സുസ്ഥത. വീട്ടുകാർ പലതും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. അപ്പൊ ഈ സെക്രട്ടറി തിങ്കളാഴ്ച രാവിലെ വന്ന് ഇയാളെ ഈ വീട്ടിൽ നിന്ന് എടുത്ത് എയർപോർട്ടിൽ കൊണ്ടുപോയി. എയർപോർട്ടിൽ ചെന്ന് പിരിയാൻ നേരത്തെ കവറും കൊടുക്കുക. ഇതാണ് പുള്ളിയുടെ ശുദ്ധ മനസ്സിൽ. ഇയാൾ ചിന്തിച്ചു, സംഗതി പിടിവിട്ടു. കാരണം വീട്ടിൽ കൊണ്ടാക്കി എല്ലാ ബന്ധവും പോയി. ഇയാൾ ഉറങ്ങി. രാത്രി ആയിക്കഴിഞ്ഞു വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, സെക്രട്ടറി വിളിക്കണം, കാരണം എനിക്ക് ചെക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഒട്ടും നോണ പറയുന്നല്ല. ആ വീട്ടുകാർ വളരെ ഹൃദയവേദനയോടെ എന്നോട് പറഞ്ഞ, രാത്രി അവർ ഉറങ്ങാൻ കിടന്ന സെക്രട്ടറി വിളിച്ചു. രാത്രി അയാൾ തിരിച്ചു വന്ന് ആ ചെക്ക് മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചിട്ട് ഇയാൾ കിടന്നുറങ്ങി. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഇത് 10-18 കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ്റെ അടുത്ത് എനിക്കിങ്ങനെ. അപ്പം ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത്. അപ്പം ഈ തരത്തിലുള്ള ദ്രവ്യാഗ്രഹവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് വിഗ്രഹാരാധനയാണ്. നിങ്ങൾ ഈ കാണുന്ന കത്തോലിക്ക പള്ളിയിൽ ഇരിക്കുന്ന മാതാവിന്റെ സെബസ്ത്യാനോസിന്റെ രൂപമല്ല വിഗ്രഹം. നിങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ, അതല്ല വിഗ്രഹം. അതെല്ലാം രൂപങ്ങളാണ്. ഓരോ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. എ പിക്ചർ സ്പീക്ക് 1000 words എന്നാണ്. നമ്മൾ ഏർലി ചർച്ചിലേക്ക് നോക്കുമ്പോൾ അവരുടെ കാറ്റാക്കോംസ്, ഈ ഭൂമിക്കടിയിലുള്ള ഗുഹകളിലൊക്കെയാണ് അവർ പലപ്പോഴും താമസിച്ചിരുന്നത്. അവരുടെ ആരാധനയൊക്കെ അവിടെയായിരുന്നു. കാരണം പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടും.
അവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും കൊല്ലപ്പെട്ടു. 1-2 നൂറ്റാണ്ടുകളിലുള്ള വിശ്വാസികൾ മുഴുവൻ കൊല്ലപ്പെടുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളൊരു ഒളിവിലാണ്, ഒളിസഭകളാണ്. അവരുടെ സഭയുള്ളതിൻ്റെ സ്ഥലത്ത് ഒരു മീനിൻ്റെ പടം, ഒരു മത്സ്യത്തിൻ്റെ പടമൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചേക്കും. അപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ പടം ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പുറത്തുനിന്ന് എല്ലാം മറ്റാളുകൾക്ക് മനസ്സിലായി എവിടെയോ ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കോഡിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം അന്ന് അവര് ഈ ഭിത്തികളിലൊക്കെ പടം വരച്ചു വെക്കും. അതൊക്കെ പലതും കണ്ടെടുത്തിട്ടുണ്ട്. ഓരോരോ പടങ്ങളാണ്. എന്നാൽ ആ പടങ്ങളിലൂടെയാണ് ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ, കഥകൾ, ചരിത്രങ്ങൾ, സംഭവവിവരണങ്ങൾ, ഇതെല്ലാത്തിനും ഈ പടങ്ങളെ ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഐക്കോൺസ്. ഓർത്തഡോക്സ് സഭയുടെ ഐക്കോൺസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഐക്കോണോഗ്രാഫി ഓഫ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് അടിക്കണം, എന്നിട്ട് നോക്കണം. അപ്പം ഇതാണ് ഈ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഐക്കൺസിന്റെ പാരമ്പര്യം. അതല്ലേ വെരി ഏർലി ചർച്ചിൽ ഉണ്ടായിരുന്നു. കാരണം അവര് പിന്നെ ഇത് എഴുതി എസ പോലെ എഴുതുന്ന ബുദ്ധിമുട്ടായിരുന്നു. പടങ്ങൾ വരയ്ക്കുകയാണ്. ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കും. ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഓരോന്ന് സംസാരിക്കുന്നതാണ്. ഞാൻ കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടല്ലോ ഈ മരത്താൽ ഇങ്ങനെ കാല് വെച്ച് സെബാസ്റ്റ്യാനോസ് അമ്പ് കൊണ്ട് നിൽക്കുന്ന ആ രൂപം ഉണ്ടല്ലോ, എനിക്കത് ഒരിക്കലും പിശാചാണെന്നോ ചെകുത്താനാണെന്നോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ രൂപം കാണുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ ആ ഒരൊറ്റ രൂപം കാണുന്ന സമയത്ത് ആ ഫുൾ സ്റ്റോറി എൻ്റെ മനസ്സിൽ വരും. ആ ഫുൾ സ്റ്റോറി. അപ്പോൾ ഓരോ രൂപങ്ങൾ കാണുമ്പോഴും നമ്മളെ അത് റിമൈൻഡ് ചെയ്യിക്കാം. നമ്മൾ എംസുറോട് പോകുമ്പോൾ നമ്മൾ ആ പിയാത്തോ, മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ ഒരു ശില്പ പിയാത്തോ എന്ന് പറഞ്ഞാൽ മറിയം മടിയിലേക്ക് യേശുവിൻ്റെ ശരീരം കടത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപമുണ്ട്. അതൊക്കെ കാണുമ്പോൾ പിശാചാണെന്ന് നിങ്ങളെ അടിയന്തരമായിട്ട് പരിശോധിപ്പിക്കണം. പക്ഷെ അതെല്ലാം കാണുമ്പം ഞാൻ ആ ഹോൾ പാഷൻ വീക്ക് എല്ലാ ഇവന്റ്സും എൻ്റെ മനസ്സിൽ വരും. ആ പാഷൻ വീക്കിലേക്ക് നമ്മുടെ മനസ്സ് പോകും. എത്ര പെട്ടെന്നാണ് നമ്മളെ പിടിച്ചോണ്ടെന്ന് 1.5 മണിക്കൂർ പ്രസംഗിച്ച് ഒരാളെ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ശക്തി സെക്കൻഡ് വെച്ചാണ് ആ ഒരു ഇമേജ് കാണുമ്പം നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പൊ അതല്ല വിഗ്രഹാരാധന. ഒരു സ്ഥലത്ത്, ഒരു പട്ടണത്തിൽ ഞാൻ ചെന്നപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ഈ കുരിശിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജയാളിയായ ക്രിസ്തു ഇങ്ങനെ ആ ക്രിസ്തു ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ അവിടുന്ന് പട്ടണത്തിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങി ഞാൻ ആദ്യം കാണുന്നത് ഈ പള്ളിയുടെ മുകളിൽ ഇങ്ങനെ യേശു ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് എന്ത് സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വന്നെന്നറിയോ. കാരണം വി ഹാവ് വിക്ടറി ഇൻ ക്രൈസ്റ്റ്. അത് ആ രൂപം പറയാതെ പറയുകയാണ്. അപ്പൊ എന്തുമാത്രം എൻകറേജിങ് ആണ്, എന്തുമാത്രം എനർജിയാണ് ഈ നമുക്ക് വിശ്വാസികൾക്ക് കൊടുക്കുന്നത്, എത്ര ഹോപ്പാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് പള്ളികളിലോ അവിടെ എവിടെ ഇരിക്കുന്ന അങ്ങനെയുള്ള രൂപങ്ങൾ അതൊന്നും അല്ല വിഗ്രഹം. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തുള്ള അതിമോഹം, ദുർമോഹം, അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, അതാണ് വിഗ്രഹം. അതിനെയാണ് ഉടയ്ക്കേണ്ടത്, അതിനെയാണ് ഇല്ലാതെയാക്കേണ്ടത്. വിഗ്രഹാരാധനയ്ക്കെതിരായിട്ട് നമുക്ക് പൊരുതണമെങ്കിൽ, വിഗ്രഹവഞ്ചകരാകണമെങ്കിൽ, വിഗ്രഹങ്ങൾ അടിച്ചുടയ്ക്കണമെങ്കിൽ നമ്മുടെ അകത്തേക്ക് നോക്കണം. യേശു ചാട്ടവാറെടുത്ത് ആ ദൈവാലയത്തിനകത്തു കയറിയിട്ട് അവിടെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പുറത്താക്കി പ്രാവുകളുടെ കൂടുകളെ തുറന്നു വിട്ടു. നമ്മുടെ ഹൃദയമാണ് ദൈവാലയം. കാരണം ഗാത്രമാണ് ക്ഷേത്രം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പൊ നമ്മുടെ ശരീരം ഇതാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ ഇന്ന് യേശു കർത്താവിനെ നമ്മൾ അനുവദിക്കണം. കർത്താവെ, എൻ്റെ ആലയം ശുദ്ധീകരിക്കണമേ, നീ ചാട്ടവാറുമായിട്ട് വരണമേ. അപ്പൊ കർത്താവ് ചാട്ടവാറുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരും. അതാണ് അപ്പോസ്തലനായ പത്രോസിന്റെ ലേഖനം നിങ്ങൾ വായിക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കർത്താവിനെ ഹൃദയങ്ങളിൽ വാഴ്ത്തുവീൻ, വിശുദ്ധീകരിക്കുവീൻ എന്നാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ. POC ബൈബിളിലാണെങ്കിൽ കർത്താവിനെ പൂജിക്കുവീൻ എന്ന് കാണാം. ആക്ച്വലി വിശുദ്ധീകരിക്കുവീൻ എന്നുള്ള വെരി ഗുഡ് ട്രാൻസ്ലേഷൻ. പക്ഷെ എൻ്റെ അർത്ഥം മനസ്സിലാക്കണം. കർത്താവിനെ ഹൃദയത്തിൽ രാജാവായി വാഴിക്കുവീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായിട്ട്.
അപ്പൊ ഹൃദയത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, ബോധങ്ങളിലേക്ക്, വിചാരങ്ങളിലേക്ക്, സങ്കല്പങ്ങളിലേക്ക് ക്രിസ്തുവിനെ കടന്നു വരാൻ അനുവദിക്കണം. അന്ന് ദൈവാലയത്തിൽ ഫ്യൂരിയസ് ആയിട്ട് വന്നതുപോലെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെയുള്ള പ്രാവിന്റെ കൂടുകൾ, മോഹങ്ങൾ, ദുർമോഹങ്ങൾ എല്ലാം കൂടുവെച്ചിരിക്കുകയാണ്. ആ കൂടുകളെല്ലാം ഇളക്കിക്കളയും. നമ്മുടെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും നാണ്യപീഠങ്ങളെയും തട്ടിമറിക്കും. ദ്രവ്യാഗ്രഹത്തെ ഇല്ലാതെയാക്കും. ദൈവാലയ ശുദ്ധീകരണം, കൂദേശിത്തോ നമ്മളിലാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൽ. നമ്മൾ അതിന് പകരം ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് പെന്റക്കോസിൽ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണ്, അതെടുത്ത് മാറ്റണം, ഇതെടുത്ത് മാറ്റണം, അവിടെ ഒരു ആനയുടെ രൂപം ഇരിപ്പുണ്ട്, അത് പിശാചാണ്, മറ്റേതാണ്, മറിച്ചതാണ്. ഈയിടെ ഒരുത്തൻ എന്നോട് എൻ്റെ ലൈവ് കേട്ടിട്ട് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടില് അവിടെ വല്യപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു 6 മുള കണ്ണാടി ഉണ്ടായിരുന്നു, നല്ല വിലയുള്ളതാണ്. അതൊരു പാസ്റ്റർ വന്ന് പിശാചാന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് മല്ലപ്പള്ളി പാലത്തെ നിന്ന് താഴോട്ട് എറിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കണക്കായി പോയി. കാരണം വിടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തതാ, വിടുതൽ കിട്ടാൻ വേണ്ടി. കോട്ടയത്ത് ഒരു വീട്ടില്, കോട്ടയത്ത് പാരമ്പര്യമായിട്ട് ഉള്ള ഒരാന അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഈട്ടിത്തടി കൊണ്ടുണ്ടാക്കുക. അതിൽ 100-150 വർഷം പഴക്കമുള്ളത്. ഈട്ടിത്തടിയിൽ കൊത്തിയെടുത്ത ഒരു ആനയുടെ രൂപം. എങ്ങാണ്ട് ഒരു ഹീനജാതിക്കാരൻ്റെ ഒരു പ്രവാചകനാന്ന് പറഞ്ഞൊരുത്ത വലിഞ്ഞു കയറി അവിടെ ചെന്ന്. എൻ്റെ അപ്പനും അപ്പൂപ്പനും ഒന്നും ഇവരുടെ പറമ്പിൽ പോലും നിൽക്കത്തില്ല, അങ്ങ് വേലിയുടെ അപ്പുറം നിന്നുകൊണ്ടിരുന്ന. ഇവനിപ്പോൾ ഈ ചെപ്പടി വിദ്യയൊക്കെ പഠിച്ചപ്പം അവൻ അങ്ങ് അകത്തളത്തിൽ കയറി വീടിൻ്റെ അകം നല്ല തടി കൊണ്ടുള്ള മച്ചും നല്ല ഒന്നാന്തരം തറയെല്ലാം കണ്ട് ഇവൻ്റെ കണ്ണ് മഞ്ചളിച്ച് ഇവൻ പറഞ്ഞു, ഇവൻ പിന്നെ എന്താ ഇവരുടെ പ്രശ്നം, ഏതാണ്ട് പ്രശ്നത്തിന് വിളിച്ചാൽ പരിഹാരകന്മാരാണല്ലോ. ഇവൻ വന്ന് ഏണ്ടെല്ലാം മിച്ചുമ്പേയും പറഞ്ഞിട്ട് ഈ നിങ്ങളീ പറഞ്ഞ ആനയെന്ന് പറയുമ്പോഴല്ലോ ഈ ചെറിയതല്ല, നല്ല വലിപ്പമുള്ളതാണ്. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാൻ മോഹിച്ചിട്ടുള്ളൊരു സാധനമാണ്, ഞാൻ പാവം ചെയ്തതാണ്. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ പണ്ട് പോയപ്പോൾ ഞാൻ കണ്ടത് എന്തൊരു നല്ല ഷേപ്പുള്ള ഒരു മുഴുത്ത ആന, ഒരു ചെറിയ ടീപ്പോയുടെ വലിപ്പമുണ്ട്. അവരുടെ സ്വീകരണ മുറി ഇരുന്ന ഇവൻ പറഞ്ഞു ഇതാ എൻ്റെ വിഷയം. അപ്പം 100-150 വർഷമായിട്ട് ആ വീട്ടിലിരിക്കുന്ന സാധനം. നിങ്ങളുടെ വിഷയം ഇതാണ് വിഷയം. ആനെ കൊത്തി കീറിച്ചു. വിഷയമൊന്നും പരിഹരിക്കപ്പെട്ടില്ല, അതിനേക്കാൾ വർഷമായി, അത് വേറെ വിഷയം. അപ്പം ഇത് ഞാൻ പറഞ്ഞ ഇതാണ്, നിങ്ങൾ ഇതിലേക്ക് ഈ കരകൗശല വസ്തുക്കളെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഘനമായത്, കൊതുകിനെ അരിച്ചെടുക്കുക, ഒട്ടകത്തെ വിഴുങ്ങുക. യേശു പറഞ്ഞാണ് ഒട്ടകത്തെ വിഴുങ്ങുകയാണ്, കൊതുകിനെ അരിച്ചെടുക്കുക. അപ്പോൾ ഈ പെന്തക്കുസ്ത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മെയിൻ പരിപാടി കൊതുകിനെ അരിക്കലാണ്, ഒട്ടകത്തെ വിഴുങ്ങലുമാണ്. അപ്പോൾ ഒട്ടക വിഴുങ്ങികൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിളിക്കാൻ. ഞാനൊരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നതല്ല, കണ്ണ് തുറക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഈ ഒട്ടകത്തെ വിഴുങ്ങുന്ന പണി അവസാനിപ്പിക്കണം. ഒട്ടകത്തെ അല്ല വിഴുങ്ങണ്ട, ഒട്ടകത്തെ വിഴുങ്ങി നിർത്തിയിട്ട് കൊതുകിനെ പൊക്കി കാണിക്കുകയാണ്. ഈ കൊതുകിനെ വെച്ചിട്ട് വലിയ ലെൻസ് വെച്ചിട്ട് കത്തോലിക്കരെ യാക്കോയക്കാരെ കാണിക്കണം. അവർ പാവങ്ങൾ പേടിക്കുകയാണ്. അതുകൊണ്ട് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആ ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം, അതാണ് മാറേണ്ടത്. വിഗ്രഹാരാധന. നമ്മൾ 2 കൽപ്പനയെ പറ്റിയാണ് ചിന്തിച്ചത്. മറ്റു കൽപ്പനകളെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, എന്റെ നാമം വൃഥാ എടുക്കരുത്, ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കുക. ഇതൊക്കെയാണ് കർത്താവ് അടുത്തായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് ചിന്തിച്ച എങ്കിലും കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്, കൽപ്പനകൾ കിടക്കുകയാണ്. വിഗ്രഹാർപ്പിതം തിന്നുക എന്നാൽ എന്താണ്? ഷാജി സാമുവൽ, ഈ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ തന്നെയുള്ള ഈ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെരമ്യാവിന്റെ പ്രവചനം വായിക്കുമ്പം ജാതികളുടെ വിഗ്രഹങ്ങൾ മൂഢ വിഗ്രഹങ്ങളാകുന്നു, അത് നിങ്ങൾക്ക് ഗുണമാകട്ടെ ദോഷമാകട്ടെ യാതൊന്നും ചെയ്യുന്നില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് ബൈബിൾ വാക്യം ഉള്ളപ്പോൾ എന്തിനീ വിഗ്രഹത്തെ പേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു രൂപത്തെ പേടിക്കുന്നു? അപ്പൊ ഈ രൂപങ്ങൾ നിങ്ങൾക്ക് ഗുണവും ചെയ്യുന്നില്ല ദോഷവും ചെയ്യുന്നില്ല, അവയെ പേടിക്കരുത്.
എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ടേക്ക് ദം ഇൻ യുവർ കൺസിഡറേഷൻ. നിങ്ങളുടെ പരിഗണനയിൽ പോലും അത് വരരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ മുഴുവൻ വായിക്കണം. അപ്പം അതിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ രൂപങ്ങൾ നമുക്ക് ദോഷം ചെയ്യുന്നില്ല, പിന്നെ അത് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മളോട് കഥകൾ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുക. പിന്നെ വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് വിഗ്രഹാർപ്പിതം കഴിക്കരുത് എന്നുള്ളതിനെ പറ്റി പറയുമ്പം വളരെ വിശദമായിട്ട് ആ വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൊരിന്ത്യൻ ലേഖനത്തിലും റോമാലേഖനത്തിലും സംസാരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അങ്ങാടിയിൽ വിൽക്കുന്ന എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. മനസ്സിലായോ? നമ്മുടെ ഒരു ഹൈന്ദവ സ്നേഹിതനോ അങ്ങനെയുള്ള ഒരാള് നമ്മളെ അവരുടെ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ, അവരുടെ ഒരു കല്യാണമോ നൂലുകെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, പൂജയൊക്കെ ചെയ്ത ഭക്ഷണമാണ് അവിടെ വിളമ്പുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഉപദേശം, നിങ്ങളെ അങ്ങനെ ഒരാൾ വിളിച്ചാൽ നിങ്ങൾ പോകുവീൻ, നിങ്ങൾക്ക് വിളമ്പുന്ന എന്തായാലും കഴിക്കുവീൻ. കാരണം റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം, സ്നേഹബന്ധത്തിനാണ് പ്രാധാന്യം. ഇതിപ്പോ ഹിന്ദുവിന്റെ കാര്യമല്ല, ക്രിസ്ത്യാനികൾ തന്നെ ഒരു മാമോദിസയ്ക്ക് വിളിച്ചാൽ പോകരുത്, പെന്തക്കോസ്തിന്റെ നിയമമാണ്. യാക്കോബക്കാരന്റെ മാമോദിസയ്ക്ക് വിളിച്ചാൽ നീ പോകരുത്, ബന്ധങ്ങൾ ഉടക്കിയാണ്. അതുകൊണ്ട് ഇപ്പം യാക്കോബക്കാരായാലും പെന്തക്കോസ്തിലാണെങ്കിൽ നിങ്ങൾ വരത്തിൽ വിളികളങ്ങ് ഒഴിവാക്കിയിരിക്കും. കഴിഞ്ഞ മാസം ഞങ്ങളുടെ കുടുംബത്തിൽ 2 മാമോദിസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് കർശന നിർദ്ദേശം കൊടുത്തു, സകല ആളുകളും പോകണമെന്ന് പറഞ്ഞു. ഈ പെന്തക്കോസ്തുകാരോട് പോകാൻ പറ. അതാണ് നമ്മൾ കുടുംബക്കാരെ നോക്കേണ്ടത്, നമ്മുടെ സ്നേഹിതന്മാരെ നോക്കേണ്ടത്, റിലേഷൻഷിപ്പ്, അതിനാണ് പ്രാധാന്യം. നിങ്ങളെ വല്ല മാമോദിസായോ അങ്ങനെയുള്ള എന്തെങ്കിലും ചടങ്ങോ ഒക്കെ ആരെങ്കിലും വിളിക്കും, നിങ്ങൾ പോകണം. അപ്പോസ്തലനായ പൗലോസ് അതാ പറയുന്നു. അതാണ് പറയുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 27-ാം വാക്യം. അവിശ്വാസികളിൽ ഒരുവൻ, അവിശ്വാസികൾ ക്ഷണിക്കുന്ന കാര്യമാണ്. ഇവർ അവിശ്വാസികളൊന്നും അല്ല, ഇവർ ക്രിസ്ത്യാനികളാണ്. പക്ഷെ എന്നാലും നമ്മൾ പറയും അവർ ഭയങ്കര ഭീകരന്മാരാണ്, ഒരിക്കലും പോകരുത്, അവർ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ആ വിഗ്രഹാർപ്പിതം കയറി നിങ്ങളുടെ അകത്തൂടെ കയറി പിന്നെ നിങ്ങളുടെ അങ്ങ് മെഡില ഒബ്ലങ്കറ്റായി 8ആയിട്ട് പൊട്ടിച്ച് കളയും. ഇങ്ങനത്തെ ഊളത്തരം എല്ലാം പറഞ്ഞ് ആളുകളെ കളിപ്പിക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ വിഗ്രഹാർപ്പിതം നിങ്ങൾ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കാനേ പറ്റത്തില്ല. കാരണം കേരളത്തിൽ നിന്ന് വരുന്ന അരി മുഴുവൻ ആന്ധ്രയിൽ നിന്ന് വരുന്നത്. ആന്ധ്രയില് അവര് നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ് ഭയങ്കര പൂജ നടത്തും, കൊയ്ത്തിന് മുമ്പ് അതിഗംഭീര പൂജ നടത്തും. എന്ന് പറഞ്ഞാൽ ഉള്ള പിശാചിനെ മുഴുവൻ വിളിച്ച് കാറി ഊയി എല്ലാം പൂജിച്ച് ഹോമിച്ച് എല്ലാത്തിനും അത് ചെയ്തിട്ടാണ് ആ നെല്ല് ഇങ്ങോട്ട് വിടുന്നത്. ആ നെല്ല് അരിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എല്ലാത്തരം മന്ത്രവാദം ചെയ്ത അരിയാണ് കേരളത്തിൽ വരുന്ന മുഴുവൻ അരി. പിന്നെ എങ്ങനെ ഇത് കഴിക്കുന്നു? നീ വീട്ടിൽ വല്ലതും കുഴിച്ചു വെച്ച് തിന്നോണ്ടാ മതി. അപ്പം ഇതങ്ങനെ ഇല്ല, വിഗ്രഹാർപ്പിതം ഒന്നും ഇല്ല. ഭക്ഷണം എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കിട്ടുന്നവരെ കഴിക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ സ്റ്റാൻഡ് അതാണ്. അത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. അത് തന്നെ ആയിരിക്കണം ഓരോ തണ്ടലിലുള്ള ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡ്. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. എന്ന് പറഞ്ഞാൽ ഒരു ബലഹീനം വന്ന് കഴിക്കരുത് 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 കഴിക്കരുത്, കാരണം ഇത് വിഗ്രഹാർപ്പിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസാക്ഷി നിമിത്തം അത് കഴിക്കരുത്. എന്നിട്ട് അടുത്തത്, മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മനസാക്ഷി അല്ല, മറ്റവന്റെ മനസാക്ഷിയാണ്. നമ്മുടെ മനസാക്ഷിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വിഗ്രഹാർപ്പിതം കൊണ്ടുവന്നാലും കഴിക്കുന്നതിന് നമ്മുടെ മനസാക്ഷി ഓക്കെയാണ്. യാതൊരു ഹായ് ആശിഷ് ജേക്കബ്. നമ്മുടെ മനസാക്ഷിക്ക് ഈ ആശിഷ് ജേക്കബ് എൻ്റെ വീടിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്, പക്ഷെ കാണാനേ ഇല്ല. ഭയങ്കര തിരക്കാണ്, 4 ജോലിയാണ് ചെയ്യുന്നത്, ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുക.
അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് നോക്കുക. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും മനസാക്ഷി നിമിത്തം. അപ്പൊ അവന്റെ മനസാക്ഷി, നമ്മുടെ മനസാക്ഷിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂടെ ഇന്നൊരു കൊളീഗ് വന്നിട്ട് ഇപ്പം കുറച്ച് അരവണ പായസം കൊണ്ടുവന്നു. ഈ അരവണ പായസം കൊണ്ടുവന്ന് ഇതേ സാജ ഞങ്ങളുടെ ഞാനിതൊന്നും കഴിക്കത്തില്ല, ഞാനിതൊന്നും കഴിക്കുന്നത്, നീ കഴിക്കണം. മനസ്സിലായോ? ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രശ്നം. അപ്പൊ ഓഫീസിൽ പിന്നെ അവന് ആയുഷ്കാലം അവന് ഗ്രഡ്ജാണ് മറ്റോൻ. അത് നല്ല ടേസ്റ്റ് ആണ്, പോയി നീ കഴിക്കേ. അപ്പൊ പക്ഷെ മനസാക്ഷി, മറ്റവന്റെ മനസാക്ഷി ബലഹീനമാണ്, നീ കഴിക്കരുത്, വെറുതെ അവൻ ഇടറിപ്പോ. അതാണ് പൗലോസ് പറഞ്ഞത്, എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? യു ഹാവ് ഓൾ ഫ്രീഡം, യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. നിനക്ക് കല്യാണത്തിന് പോകാൻ ഫ്രീഡം ഉണ്ട്, മാമോദിസയ്ക്ക് പോകാൻ ഫ്രീഡം ഉണ്ട്, ചാത്തത്തിന് പോകാൻ ഫ്രീഡം ഉണ്ട്. യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. പക്ഷേ സോറി കേട്ടോ, ഞാൻ ഒന്ന് തണുപ്പിക്കാം. മറ്റേ ഉണ്ടല്ലോ, അവിടുന്ന് വന്ന അവന്റെ മനസാക്ഷി കാരണം നീ എന്തിനാ നിന്റെ സ്വാതന്ത്ര്യത്തെ കളയുന്നത്? ഞാൻ ചോദിച്ചല്ല, പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്, അതാണ്ട് എഴുതി വെച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ, നിങ്ങളുടെ ബൈബിൾ ഈ അധ്യായമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 1 കൊരിന്ത്യർ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റർ പറിച്ച് തിന്നു കാണും, നിങ്ങളിത് വായിക്കാതിരിക്കാൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 29-ാം വാക്യം, എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? 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 നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേ. കമോൺ നിങ്ങൾ ചോദിക്കേ. എന്റെ സ്വാതന്ത്ര്യം, ഓരോ ബന്ധക്കോസാണ് ഇതിനകത്ത്, കത്തോലിക്കർക്ക് യാക്കോക്കാർക്കൊന്നും പങ്കില്ല. യു ജസ്റ്റ് വാച്ച്. നിങ്ങളോടല്ല ഇത് ദൂത്. ഞങ്ങൾ ബന്ധക്കോസുകാർ പറയാണ്. പിന്നെ ബന്ധക്കോസിലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചങ്കത്ത് കൈവച്ചിട്ട് പറ, എന്റെ സ്വാതന്ത്ര്യം. എല്ലാവരും പറയണം, എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ. ആരാണ് ഈ അന്യൻ? നിങ്ങളുടെ ആ മറ്റേ ഉണ്ടല്ലോ, അവൻ ഏതാ? ചേട്ടാ, അവൻ ഇപ്പൊ പാസ്റ്ററാണ്. ആരെ? അവന്റെ മനസാക്ഷി വലിയ വിഷയമാണ്. അവന്റെ മനസാക്ഷി വലിയ വിഷയമാണ്. നിനക്കൻ അപ്പോസ്തലനായ പൗലൂസിനോട് ചേർന്ന് നിൽക്കാം. ഹലോ, കൈ കൊടുക്കുക, പൗലൂസിന് കൈ കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ മനസാക്ഷി അന്യന്റെ മനസാക്ഷി കൊണ്ട് എന്റെ സ്വാതന്ത്ര്യം അന്യന്റെ മനസാക്ഷി നിമിത്തം വിധിക്കപ്പെടുന്ന എന്തിനെ? കൺട്രോൾ ചെയ്യപ്പെടുന്ന എന്തിനെ? നോ. Do not let anyone control you. You are free in Christ. നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. വിഗ്രഹം എന്നൊരു സംഭവമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇല്ല. So you are free. You can go wherever you want to go. You can go with anyone, anywhere. If you are invited, go. Relationship maintain. മനുഷ്യനെ സ്നേഹിക്കുക. സ്നേഹബന്ധങ്ങൾ വളരട്ടെ. അപ്പോ എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്ന എന്തിന്? നമുക്കിതൊന്ന് എഴുതി വെച്ചാൽ എല്ലായിടത്തും, എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. പെന്തക്കോസ്തുകാര് പറ, നീയൊക്കെ ഈ കൂട്ടിക്കിടക്ക ചാടടാ പോയി. അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തന്മാര് പൈസ ഉണ്ടാക്കാൻ മതം മാറി വന്നിട്ട് നിന്നെയൊക്കെ ഇരുന്ന് ഭരിക്കുക. എനിക്ക് ആ കോട്ടയത്തെ ആനയെ കൊത്തിക്കീറി ഓർത്തിട്ട് എന്നെ കൂടാതെ അങ്ങ് വിറച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പൊ എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്ന എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്ന എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. പ്രൈസ് ഗോഡ്. വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി ഹാവ്. ആ ചോദ്യം ചോദിച്ചത് ഷാജി സാമുവലിന് നന്ദി. അതുകൊണ്ടാണ് ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. സോ അങ്ങനെ വിഗ്രഹാർപ്പിതം എന്നൊരു സംഭവമില്ല. വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞ സംഭവമില്ല. പിന്നെ അന്നത്തെ ആ പശ്ചാത്തലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവിടെ ഈ ബലി നടത്തുമായിരുന്നു.
ഈ ബലി നടത്തി കഴിയുമ്പം ഈ ഇറച്ചി, അതായത് ഈ ബലിക്ക് വേണ്ടി മുറിക്കുന്ന ഇറച്ചിക്ക് ഭയങ്കര വിലക്കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇറച്ചിക്ക് വേണ്ടി മുറിക്കുന്ന ഈ കൊല്ലുന്ന മൃഗങ്ങളെ ഇറച്ചിക്ക് വിൽക്കുമ്പം ഇപ്പം കിലോയ്ക്ക് 100 രൂപ. കാരണം അത് കൊന്നിങ്ങനെ കടാവിക്കുകയാണ്. അതേസമയം അമ്പലത്തിൽ പോയി അവിടെ ഈ ബലിക്ക് വേണ്ടി മുറിക്കുന്നുണ്ട്, അതിന്റെ ഇറച്ചി മേടിക്കാമെങ്കിൽ കിലോയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടും. കിലോയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ഇത് മേടിച്ച് ക്രിസ്ത്യാനികൾ മേടിക്കുക. അപ്പൊ വിശുദ്ധന്മാർ പരീക്ഷന്മാരുണ്ട്, മേടിക്കരുത്, വിഗ്രഹാർപ്പിതമാണ്. അപ്പോഴാണ് പൗലൂസ് അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന എന്തായാലും നീ വാങ്ങി കഴിക്കുവീൻ. 20 രൂപയ്ക്ക് 20 രൂപ, നീ 20 രൂപ കൊടുത്ത് മേടിച്ച് കഴിക്കും. അതിന്റെ അതും തിരക്കി ഇതും തിരക്കി ഇങ്ങനെയുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കരുത്. റോമാലേഖനം 14 അധ്യായം നിങ്ങൾക്ക് വായിക്കാം. ഇതേ വിഷയമാണ് അവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ 20 ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ. എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്കു തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെയും പാപമത്രേ. അപ്പം ഈ റോമാലേഖനം 14 അധ്യായത്തിൽ അവസാനത്തെ 4 വാക്യം നിങ്ങൾ വായിക്കുക. അപ്പോൾ അവിടെ വലിയൊരു സീക്രട്ട് പൗലൂസ് പറയുകയാണ്. അവിടെ പൗലൂസ് പറയാണ്, മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇറച്ചു വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. പക്ഷേ താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്താണ് അതിന്റെ അർത്ഥം? വല്ലതും പിടികിട്ടിയോ? പിടികിട്ടിയില്ലെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഈ 14 അധ്യായത്തില് പൗലൂസ് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു കപ്പ് വീഞ്ഞ് കുടിക്കുകയാണ്. പക്ഷെ ഒരു കപ്പ് വീഞ്ഞ് നിങ്ങൾ കുടിക്കുമ്പം നിങ്ങൾക്കറിയാം ഇത് പാപമാണ്, കുടിക്കാൻ പാടില്ല. അങ്ങനെയാണ് നീ കുടിക്കരുതെന്നാ പൗലൂസ് പറഞ്ഞു. കാരണം താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ അത് കുടിക്കുന്നവൻ. മാംസം കഴിക്കുകയാണ്. ഇപ്പൊ പന്നിയിറച്ചി കഴിക്കാൻ ചിലർക്ക് പ്രയാസമാണ്. കാരണം ബൈബിളിൽ എവിടെയോ ഉണ്ട് പന്നിയിറച്ചി കഴിക്കരുത്. പിന്നീട് എനിക്ക് കിട്ടിയ ഒരുപാട് ചോദ്യങ്ങളാണ്. അതെ, ഞാനതൊന്നും പറയുന്നില്ല, പാസ്റ്ററെ ഒന്ന് പറയണേ, കാരണം ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോ അവൻ പന്നിയിറച്ചി തിന്നണ്ട. ഞാനൊരു കാര്യം പറയാം, നല്ല ടേസ്റ്റാ, വേണേ കുറച്ച് മേടിച്ച് തിന്നെ. അപ്പം ഈ പന്നിയിറച്ചി തിന്നാവോ പാസ്റ്ററെ, പന്നിയിറച്ചി തിന്നാവോ? ഞാൻ പറഞ്ഞിട്ട് തിന്നാൻ നിനക്കത് പാവാ, കാരണം നീ ഹാഫ് മനസ്സോടെ ചെയ്യുന്നു. അതാണ് ഈ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. റോമാലേഖനം 14 പറയുന്നത്, താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. അപ്പം നമ്മളിത് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് പെർഫെക്റ്റ് ബോധ്യം വേണം, ഇത് പാപമല്ല, ഇതൊരു കുഴപ്പമില്ല, നീ കഴിക്കും. അതേസമയത്ത് വേണം എൻ്റെ ഇങ്ങനെ ഈ ടാൻഡലൈസിങ് മൈൻഡുമായിട്ട് അങ്ങനെ നീ കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ ഭയങ്കര കുഴപ്പമായി തീരും. അതിന് ശരീരത്തിലും പിടിക്കത്തില്ല, വലിയ കുഴപ്പമായി തീരും. അതാണ് പറയുന്നത്. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ, സംശയിക്കുന്നവൻ നീ തിന്നരുത്. നീ തിന്നെ, കാരണം നിനക്ക് സംശയമുണ്ട്. പന്നിയുടെ കൊഴുപ്പ് സൂപ്പറാണ്. പന്നിയുടെ തൊലി. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത ഒരു സ്റ്റേറ്റ് ഉണ്ട്, ലൂസിയാന. അവിടെ ഈ പന്നിയുടെ തൊലി വറുത്ത് കിട്ടും. ക്രാക്ലിങ്സ് ആൻഡ് ഡംപ്ലിങ്സ് എന്ന് പറയും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് നമ്മളിവിടുന്ന് അങ്ങോട്ട് ലൂസിയാന കയറി കഴിഞ്ഞാൽ പിന്നെ വഴിയുടെ 2 സൈഡിൽ ഇത് തന്നെയാണ് വിൽപ്പന. ഹോംമെയ്ഡ് ക്രാക്ലിങ്സ് ആൻഡ് ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം, കാണാം പന്നിയുടെ തൊലി ഇങ്ങനെ വറുത്ത്. ഈ പന്നിയുടെ കൊഴുപ്പ് അദ്ദേഹം പറഞ്ഞ പോലെ വളരെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, നിങ്ങൾക്ക് വേണം കഴിക്കാം. അമേരിക്കയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസം പന്നി മാംസമാണ്. ഇതെല്ലാം പാപമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പാപമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് കഴിക്കരുത്, ആ പ്രദേശത്തൂടെ പോലും പോകരുത്. പൗലൂസ് ഇവിടെ പറയാണ്, വിശ്വാസത്തിൽ നിന്ന് സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. അപ്പൊ ഒരു വീട്ടിൽ തന്നെ ഒരാള് ഒരു കുഴപ്പമില്ല, സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം എനിക്ക് വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ ഒരു പ്ലേറ്റ് നല്ല പന്നി ഒലത്തിയതും നല്ല കപ്പ വേവിച്ചതും കൂടെ അവനങ്ങോട്ട് കഴിക്കുകയാണ്.
അപ്പം വിസിറ്റിംഗ് നിന്നിരിക്കുന്ന പാസ്റ്റർ ആണെങ്കിൽ ഇത് കഴിച്ചില്ലെങ്കിൽ വീട്ടുകാരൻ ചെക്ക് കുറച്ചാലോ, കാരണം വീട്ടുകാരൻ്റെ ഡെലിക്കസി അല്ലേ. പക്ഷെ ഇത് കഴിച്ചാൽ തിരുവഴുത്തിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നാളെ ഇതങ്ങ് പൊക്കോളുമല്ലോ, കഴിക്കണോ വേണ്ടയോ, വേണോ വേണ്ടേ, കഴിക്കണോ അന്നേരം ഈ വീട്ടുകാരൻ പറയാം കഴിക്കും മാസ്റ്ററേ, ഇതൊരു കുഴപ്പമില്ല, ഇത് നല്ല സൂപ്പർ ഫുഡ്, വേണോ? ഭയങ്കര പാവം, നീ കുറ്റക്കാരനായി തീരാന്നാ പോലീസ് പറഞ്ഞ്. അതുകൊണ്ട് സംശയിക്കുന്നവൻ ഒരിക്കലും പന്നിയിറച്ചി ക്യാൻസറിന് കാരണമാണോ? ജിജി അബ്രഹാം, ഗുഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ആർക്കും ക്യാൻസർ വരരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. കാരണം മുസ്ലിങ്ങൾ പന്നിയിറച്ചി കഴിക്കാറില്ല. ഏതെങ്കിലും മുസ്ലിമിന് ക്യാൻസർ വരുന്നുണ്ടോ എന്ന് ജിജി അബ്രഹാം നാളെ രാവിലെ ഇറങ്ങി അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊരബദ്ധമാണ്. അപ്പം അതുകൊണ്ട് എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെയും പാപം അത്രേ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഇന്ന് മുതൽ പന്നിയിറച്ചി കഴിക്കണമെന്നല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. നിങ്ങൾ ഓരോരുത്തരും കഴിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഫ്രീഡമുണ്ട്, ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. അതാണ് എൻ്റെ പോയിന്റ്. അല്ലാതെ രവിചന്ദ്രൻ പറഞ്ഞല്ലേ ധൂർത്തനായ പുത്രന്റെ കഥയിലെ മെയിൻ പോയിന്റ് പന്നിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നല്ല പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ലൈവിന്റെ മെസ്സേജിന്റെ ഇന്നത്തെ കണ്ടന്റ് ലൈവ് അല്ല പന്നിയായിരുന്നു നിങ്ങൾ നാളെ പറഞ്ഞേക്കരുത്. പന്നിയുടെ കാര്യമല്ല, അതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ താങ്ക് യു. പന്നിയിറച്ചി അല്ല കാരണം. പന്നിയിറച്ചി കഴിക്കേണ്ടവർ കഴിക്കുക, കഴിക്കേണ്ടാത്തവർ കഴിക്കും. ഇതിനകത്തൊരു വിശ്വാസിയുടെ ഫ്രീഡം. യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സ്നേഹമാണ്. ഏത് സ്നേഹമാണ്? രണ്ട് സ്നേഹം ബൈബിളിൽ കാണുന്നതാണ്. ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായം 10 നമ്മൾ വായിച്ചു, ലവ് ഓഫ് മണി ഈസ് എ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ. അത് ന്യൂ വേർഷനാണ്. ഓൾ ഈവിൾസ്, എല്ലാ തിന്മകളുടെയും വേര് സ്നേഹമാണ്. എന്ത് സ്നേഹമാണെന്നറിയാമോ? പണത്തോടുള്ള സ്നേഹം, പണക്കൊതി, ദ്രവ്യാഗ്രഹം. ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുക. അപ്പൊ രണ്ട് സ്നേഹം. ഒന്ന് പണത്തെ സ്നേഹിക്കാം, രണ്ട് മനുഷ്യനെ സ്നേഹിക്കാം. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പിന്നെ പണത്തെ സ്നേഹിക്കാനും സേവിക്കാനും പറ്റത്തില്ല. കാരണം മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം ഇങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കും. മനുഷ്യനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ട്രിനിറ്റേറിയൻ ഗോഡിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മുടെ പൈസയും ഒക്കെ ഇങ്ങനെ പോകും, നമ്മൾ പൈസയൊക്കെ കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. യു cannot serve 2 masters together. ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാമോൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുഴപ്പിക്കുക. പണം എന്ന് മാത്രം, പണത്തെ സ്നേഹിക്കാം. പണത്തെ സ്നേഹിക്കുന്ന ഒരുത്തനും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് ശാന്തമായി സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാം, നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ അവർ എന്തിനാ സ്നേഹിക്കുന്നത്? മനുഷ്യനെയാണോ ദൈവത്തെയാണോ പണത്തെയാണോ സ്നേഹിക്കുന്നത്? ദൈവത്തെയും പണത്തെയും ഒരിക്കലും ഒരു മനുഷ്യനും ഒരേ സമയം സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി പറഞ്ഞിരിക്കും. നമ്മൾ എന്തിനെയാ സ്നേഹിക്കുന്നത്? പണത്തെയാണോ ദൈവത്തെയാണോ? ഒരു കാര്യം ഉറപ്പാ, രണ്ടും കൂടെ നടക്കത്തില്ല. May God bless you. Thank you.